നിങ്ങൾ ഇന്ന് മുതൽ പ്രാവർത്തികമാക്കി നോക്കുള്ളൂ. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഒരു 3 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിക്കണം. ഒന്നിച്ച് കുടിക്കേണ്ട, ഇടയ്ക്കിടയ്ക്കായിട്ട് അങ്ങോട്ട് കുടിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മൂത്രം ഒഴിച്ചു നോക്കൂ. പൈപ്പ് പൊട്ടിത്തെറിക്കുന്ന പോലെയായിരിക്കും മൂത്രം തെറിച്ചു പോവുക. സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലേന്ന് ദിവസം ആ മലദ്വാരത്തു നിന്നും ആ യോനിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന 900 കോടാനുകോടി ബാക്ടീരിയകളെ മുഴുവൻ അങ്ങോട്ട് തുടച്ച് ക്ലീനാക്കുകയായി. യോനി മാത്രമല്ല ക്ലീനാക്കുന്നത്, ചുണ്ടിൽ നിന്നും ആ നമ്മുടെ മൂത്രനാളിയുടെ എൻഡിലോട്ട് 5 മീറ്റർ ഒരു സാരിയുടെ നീളമുണ്ട്. ഇത്രയും ദൂരത്തിലുള്ള ഈ വയറുകളും ഈ ഇൻഡസ്ട്രിയൽ സിസ്റ്റങ്ങളും മുഴുവൻ കഴുകി വൃത്തിയാണ്. ആട്ടുകല്ല് അമ്മ കഴുകുന്നത് പോലെ, മിക്സിയും ഗ്രൈൻഡറും അമ്മ കഴുകുന്നത് പോലെ, നമ്മുടെ ശരീരം നമ്മൾ സോപ്പിട്ട് തേച്ച് കുളിപ്പിക്കുന്നത് പോലെ നമ്മുടെ അകത്ത് മുഴുവൻ കഴുകുന്നു. മുഴുവൻ കോശങ്ങളും കഴുകുന്നു. ബ്ലഡ് സർക്കുലേഷൻ മുഴുവൻ ക്ലീനാക്കുന്നു. കിഡ്നി മുഴുവൻ ക്ലീനാക്കുന്നു. ഈ വൈദിക കാലഘട്ടത്തിൽ ഈ പറഞ്ഞ സബ്ജക്റ്റ് അർത്ഥമശനസ്യ സൗവ്യജ്ഞനസ്യ തൃതീയം ഉദകസ്യ ച വായു സഞ്ചാരണാർത്ഥം ചതുർത്ഥം അവശേഷ്യതേ. നമ്മുടെ ചരകസംഹിതയിൽ പറയുന്നു, പകുതി ആഹാരവും കാൽഭാഗം വെള്ളം. അർത്ഥമശനസ്യ സവ്യജ്ഞനസ്യ തൃതീയം ഉദകസ്യ ച, 1/3 ഭാഗം വെള്ളം കൊണ്ട് നിറക്കണം. അപ്പോൾ ഈ ജീവജലം കൊണ്ട് ഈ വയറ് കഴുകുന്നതിനെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പറയുന്നു ഹൈഡ്രോതെറാപ്പി. ഈ ഹൈഡ്രോതെറാപ്പി കൊണ്ട് നമ്മുടെ ഓരോ കോശങ്ങളും BP നോർമലാകും, ഷുഗർ മാറും, കൊളസ്ട്രോൾ മാറും, ഒരുവിധമുള്ള അസുഖങ്ങൾക്ക് മുഴുവൻ ശാശ്വതമായ റിലാക്സ് ലഭിക്കും. നമുക്ക് ഈ രാവിലെ വെള്ളം കുടി കൊണ്ട്, വൈകുന്നേരത്തെ മലയാളിയുടെ വെള്ളം കുടി നമ്മുടെ ജീവിതത്തെ തകർക്കും, നമ്മുടെ കുടുംബജീവിതം തകർക്കും, മഹാരോഗികളാക്കി മാറ്റും, ജീവിച്ചിരിക്കുന്ന ശവങ്ങളാക്കി മാറ്റും. എന്ത്? ഈ വൈകുന്നേരത്തെ മദ്യപാനം. അതുകൊണ്ട് അത് പാടില്ല.